ഹലോ മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിത് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മളിന്ന് പയർ തീയലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പയർ തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വള്ളിപ്പയർ ചെറിയ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പകുതി തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അരപ്പിന് ആവശ്യമായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉരുള പുളി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ആദ്യം തന്നെ അരപ്പുണ്ടാക്കാനായിട്ടുള്ള തേങ്ങ വറക്കണം. അപ്പോൾ അതിനൊരു പാന് ചൂടായി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് തേങ്ങ അതിലേക്കിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ തീ എപ്പോഴും സിമ്മാക്കി വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. തേങ്ങ നല്ലോണം ബ്രൗൺ കളറായി വരുന്നത് വരെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ തട്ടി നമുക്ക് നല്ലോണം യോജിപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞ് കുരുമുളകും കൂടെ, ഞാൻ കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇത് നല്ലോണം ഇളക്കിയിട്ട് തണുക്കാൻ വേണ്ടി വെക്കുക. നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ആദ്യം വെള്ളം ഒഴിക്കാണ്ട് തന്നെ പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ പുളിയുടെ വെള്ളവും കൂടെ ഒഴിച്ച് നല്ലോണം മഷി പോലെ അരച്ചെടുക്കാം. ഇത് നല്ലോണം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പയറും സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പയർ അതിലേക്കിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. പയർ നല്ലോണം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ നമുക്ക് അതിലേക്ക് തട്ടി കൊടുക്കാം. ഈ സവാളയും പയറും നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വീണ്ടും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കണം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ പയറും സവാളയും നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളിയും കൂടെ തട്ടി കൊടുത്ത് ഒന്ന് ഇളക്കി നമുക്കിത് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതാന്ന് കണ്ടോ, നമ്മുടെ സവാളയും പയറും തക്കാളിയും നല്ലോണം വെന്തിട്ടുണ്ട്. തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തീയലിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിൽ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരുപാട് ഗ്രേവി പരുവത്തിലല്ല വെക്കുന്നത്, ഇത്തിരി കട്ടിയായിട്ടുള്ള ഒരു പരുവാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അപ്പം നമുക്കിനി ഇത് തിളയ്ക്കാനായിട്ട് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ഇളക്കുകയാണ് കേട്ടോ. പിന്നെ ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പയർ തീയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ നമുക്ക് പയർ തീയൽ ഉപയോഗിക്കാം. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്